teaching reading or how to teach reading comprehension to our students. ഇതാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത്. As we all know, reading is a complex skill involving number of simultaneous operations. റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സ്കില്ലാണ്. കാരണം ഇവിടെ പല ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് അറ്റ് എ ടൈം നടത്തുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് മേർജ് ചെയ്യുന്നത് കൊണ്ട് ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സ്കില്ലാണ്. ഇംഗ്ലീഷ് ഇസ് ടോട്ട് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ് മെയിൻലി ഓൺ ആക്കഡമിക് ഗ്രൗണ്ട്സ്. നമ്മുടെ ആക്കഡമിക് അറ്റ്മോസ്ഫിയർ നമ്മൾ നോക്കുമ്പോൾ സ്കൂളിലും കോളേജിലും എന്താണ് അവസ്ഥ? ഇംഗ്ലീഷ് നമുക്കറിയാം ഇസ് ടോട്ട് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ്. ദറ്റ് ഈസ് മെയിൻലി ഓൺ ദി ആക്കഡമിക് പേർപ്പസ്. നമ്മൾ മെയിനായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് തന്നെ ആക്കഡമിക് പേർപ്പസിന് വേണ്ടിയിട്ടാണ്. മോറോവർ ഇറ്റ് ഈസ് എ ലൈബ്രറി ലാംഗ്വേജ്. അപ്പോൾ ഇംഗ്ലീഷിനെ നമ്മുടെ ഇന്ത്യയിൽ പഠിപ്പിക്കുന്ന ഒരു രീതി ഒരു ലൈബ്രറി ലാംഗ്വേജ് ആയിട്ടാണ്. ദറ്റ് മീൻസ് ലൈബ്രറി ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് നോളജ് അക്വയർ ചെയ്യാൻ, കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ, അതായത് അറിവ് നേടിയെടുക്കാനുള്ളൊരു ടൂളാക്കിയിട്ടാണ് നമ്മൾ ഇംഗ്ലീഷിന് ഉപയോഗപ്പെടുത്തുന്നത്. അല്ലാതെ അത് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമായിട്ട് നമുക്ക് ഇംഗ്ലീഷിന് ഉപയോഗപ്പെടുത്തുന്നില്ല. ഇന്ത്യയിലെ കേസ് ഡിഫറെൻ്റ് ആണ്. So, in his book, Teaching of English, A.W. Frisby says, reading for those who have been guided to appreciate it is one of the most important activities of life to bring to us not only a pleasant way for spending the time, but a way of entering into the life of the world and helping us to contemplate spiritual matters. അതായത് അതിൽ നിസ്സാരമായിട്ട് അദ്ദേഹം ഇത്രയാണ് പറയുന്നത്. ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് എന്ന അദ്ദേഹത്തിൻ്റെ ബുക്കിൽ A.W. ഫ്രിസ്ബി പറഞ്ഞത്, റീഡിങ് ആക്ച്വലി അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഇത് ഒരു സമയം ചെലവഴിക്കാനുള്ളൊരു പ്ലസൻറ്റ് വേ മാത്രമല്ല, ഇറ്റ് ഈസ് എ വേ ഓഫ് എൻട്രിങ് ഇൻ ടു ദ ലൈഫ് ഓഫ് ദ വേൾഡ് ആൻഡ് ഹെൽപ്പിംഗ് അസ് ടു കണ്ടംപ്ലേറ്റ് സ്പിരിച്വൽ മാറ്റേഴ്സ്. നമുക്ക് പല കാര്യങ്ങളെ പറ്റിയും ആത്മീയമായിട്ട്, അതായത് വളരെ ഡീപ്പായിട്ട് ചിന്തിക്കാനും എനേബിൾ ചെയ്യുന്നത് റീഡിങ്ങിലൂടെയാണ്. മെനി ഓഫ് ദോസ് ഹു ഡു നോട്ട് അപ്രോച്ച് റീഡിങ് ഇൻ ദിസ് ഹാവ്, അതായത് റീഡിങ്ങിനെ അതിൻ്റെ ട്രൂ സെൻസിൽ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അപ്രിഷ്യേറ്റ് ചെയ്യാത്തവർക്ക് നോട്ട് റിസീവ്ഡ് ഇൻ ദെയർ യൂത്ത് ദ റൈറ്റ് എൻകറേജ്മെൻറ്റ്, ഒരിക്കലും അവർക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവില്ല? ദ റൈറ്റ് എൻകറേജ്മെൻറ്റ് അവരുടെ നല്ല പ്രായത്തിൽ കിട്ടിയിട്ടുണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതായത് അത്ര കണ്ട് ഇമ്പാക്റ്റ് എന്തിനുണ്ട്? റീഡിങ്ങിനുണ്ട്. സോ ഇവിടെ ഒരു കോംപ്രഹെൻഷൻ ചെക്ക് പാസേജ് അതൊന്നും വേണ്ട, യു ക്യാൻ അവോയ്ഡ് ഇറ്റ്. സോ R.S. Trivedi ആൻഡ് D.A. Ganji ഇവരുടെ അഭിപ്രായത്തിൽ, ഇൻഫാക്ട് ദ എഡ്യൂക്കേഷൻ ഓഫ് എ ചൈൽഡ് ഈസ് ഇംപെർഫെക്റ്റ് അൺലെസ് ഈസ് എക്വിപ്ഡ് വിത്ത് എബിലിറ്റി ടു റീഡ്. അതായത് ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ ഇൻകംപ്ലീറ്റ് ആയിട്ട് മാറും എപ്പോൾ വരെ? ആ കുട്ടി വെൽ എക്വിപ്ഡ് ആണ്. ഏത് കാര്യത്തിൽ? എബിലിറ്റി ടു റീഡ്, കാര്യങ്ങൾ വായിച്ചറിയാൻ. വെറുതെ വായിച്ചാൽ പോരാ, ഹി ഓർ ഷീ മസ്റ്റ് ബി ഏബിൾ ടു ഡീസൈഫർ എന്ന് പറഞ്ഞാൽ റിട്ടൺ കോഡ്, അത് ഡീകോഡ് ചെയ്തിട്ട് അത് മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവ്, ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള കഴിവ്, ആൻഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോണ്ടൻറ്റ്സ് ഓഫ് റീഡിംഗ് മെറ്റീരിയൽ. വാട്ട് എവർ റീഡിംഗ് മെറ്റീരിയൽസ് വി പ്രൊവൈഡ് ടു അവർ സ്റ്റുഡൻസ്, ദേ മസ്റ്റ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഓർ കോംപ്രഹെൻഡ് ഇറ്റ്. ആ ഒരു കഴിവ് കുട്ടികളിൽ ഉണ്ടാക്കണം. ദ ഇൻ്റലക്ച്വൽ അഡ്വാൻസ്മെൻറ്റ് ഓഫ് എ ചൈൽഡ് ഇസ് സ്ട്രിക്ട്ലി ലിമിറ്റഡ് ഇഫ് ഈസ് അൺഏബിൾ ടു റീഡ്. അതായത് ഒരു കുട്ടിയുടെ ഇൻ്റലക്ച്വൽ അഡ്വാൻസ്മെൻറ്റ് ബ്രോഡർ ആവുന്നത് ആ കുട്ടിയുടെ റീഡിംഗ് എബിലിറ്റി കൂടുമ്പോഴാണ്. ഇനി നമ്മൾ റീഡിംഗ് സ്കില്ലിലെ സബ് സ്കിൽസ് ഏതൊക്കെയാണെന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് വൺ, എ റീഡർ ഹു ക്യാൻ റീഡ് സ്കിൽസ് possess the following sub-skill. Recognize and understand meaning of the words, phrases and sentence. കുട്ടിക്ക് എന്തറിയണം? തിരിച്ചറിയണം അല്ലെങ്കിൽ മനസ്സിലാക്കണം the meaning of the words, phrases and sentence. Second thing, he or she must be able to read aloud with correct pronunciation and proper intonation. Correct pronunciationും intonationും അപ്ലൈ ചെയ്യാൻ കുട്ടിക്ക് അറിയണം. ആൻഡ് he or she must be able to guess the meaning of unfamiliar words contextually. അതായത് ചില വേർഡ്സിൻ്റെ അൺഫെമിലിയർ ആണെങ്കിൽ പോലും നമ്മളിപ്പോൾ കോണ്ടെക്സ്റ്റ്, അതായത് സാഹചര്യത്തിൽ അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് പ്രെഡിക്റ്റ് ചെയ്യാനുള്ളൊരു കഴിവ് കുട്ടിക്ക് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു സെൻറ്റൻസ് പറയുകയാണ്, അതായത് ഹീ ഈസ് പെട്രിഫൈഡ് ബൈ സീയിങ് ദ സ്നേക്ക് എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ പെട്രിഫൈഡ് എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, എന്നാൽ പോലും സ്റ്റിൽ വി ക്യാൻ പ്രെഡിക്റ്റ് ദ മീനിങ് അല്ലേ. പെട്രിഫൈഡ് എന്തായിരിക്കും? പാമ്പിനെ കണ്ട പെട്രിഫൈഡ് എന്ന് പറയുമ്പോൾ പേടി തന്നെ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവും. പെട്രിഫൈഡിൻ്റെ മീനിങ് പേടിയാണ്. അപ്പോൾ അൺഫെമിലിയർ ആയിട്ടുള്ള വേർഡ് ആണെങ്കിൽ പോലും കോണ്ടെക്സ്ച്വലി പ്ലേസ് ചെയ്യുമ്പോൾ സാഹചര്യം അനുസരിച്ച് ആ കുട്ടിക്ക് മീനിങ് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കണം. ദെൻ ഡിസൈറബിൾ സൈലൻറ്റ് റീഡിംഗ് ഹാബിറ്റ്, ഒരു മൈൻഡ് റീഡിംഗ് കുട്ടിക്ക് പ്രാക്ടീസ് ചെയ്യണം. ദെൻ ഷുഡ് ബി ഏബിൾ ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ലെക്സിക്കൽ മീനിങ്, കോണ്ടെക്ച്വൽ മീനിങ്. കറക്റ്റ് ആ വേർഡിൻ്റെ മീനിങ്ങും അത് കോണ്ടെക്ച്വലി വരുമ്പോഴുള്ള വ്യത്യാസം കുട്ടി അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ ബുക്ക് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ ബുക്ക് എന്ന വാക്കിന് വേറെ മീനിങ് ഉണ്ട്. നമുക്ക് ബുക്ക് ചെയ്യുക എന്നുള്ളൊരു മീനിങ് കൂടിയുണ്ട്. അപ്പോൾ ഒരു വാക്കിന് തന്നെ കോണ്ടെക്ച്വലി ഡിഫറെൻറ്റ് മീനിങ്സ് ആണ്. അത് മനസ്സിലാക്കി ഉപയോഗിക്കാനുള്ള കഴിവ്. ഷുഡ് ബി ഏബിൾ ടു മേക്ക് സമ്മറി ഓഫ് ദ പാസേജ് റീഡ്, അതായത് വായിച്ച കാര്യം സമ്മറൈസ് ചെയ്യാനുള്ള കഴിവ്. ഷുഡ് ബി ഏബിൾ ടു
റെഡ്യൂസ് ദ മീനിങ് വിത്ത് ഡിഫറെൻറ്റ് പങ്ക്ച്വേഷൻ മാർക്ക്. അതായത് നമുക്കറിയാം പങ്ക്ച്വേഷൻ മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ദ മീനിങ് ബിക്കം ഡിഫറെൻറ്റ്. ആ വ്യത്യാസം കുട്ടി അറിഞ്ഞിരിക്കണം. ഇത്രയും സബ് സ്കിൽസാണ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ കുട്ടി പഠിച്ചിരിക്കേണ്ടത്. Then we are going to discuss the mechanics of reading. Reading എന്ന പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്? When a person reads anything, his eyes do not go smoothly along with the printed or written symbols. അതായത് ഒരു കുട്ടി വായിക്കുന്ന സമയത്ത് അത് വെറുതെ കണ്ണിങ്ങനെ ആവശ്യമില്ലാതെ ഇങ്ങനെ പെട്ടെന്ന് പോകുന്ന ഒരു മൂവ്മെൻ്റ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദേ മൂവ് ബൈ ജെംസ് ആൻഡ് ബിറ്റ്വീൻ ജെംസ് ഇറ്റ് ടേക്സ് ഫോർ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ്. ഒരു മില്ലി സെക്കൻഡ്സിൽ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. എന്താണത്? നമ്മൾ വിചാരിക്കും പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അല്ല, റീഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു വേർഡ് നമ്മളിപ്പോൾ ആദ്യം ഒരു വേർഡ് നമ്മൾ കാണുന്നു, ആ വേർഡിൽ നമ്മുടെ കണ്ണ് അല്ലേ തറക്കിയാണ് അതിനെ ഫിക്സേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഫിക്സേഷൻ എന്ന് പറയുന്നത്. അതായത് വി ടേക്ക് ഷോർട്ട് പോസസ്. ഒരു വേർഡ് കാണും, അത് നമ്മുടെ ബ്രെയിൻ അതെന്താണെന്ന് പ്രോസസ്സ് ചെയ്യാൻ മില്ലി സെക്കൻഡ്സിലൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഫിക്സേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ലെങ്ത് ഓഫ് പ്രിൻറ്റ് കവേർഡ് ബിറ്റ്വീൻ ടു ഫിക്സേഷൻ. അതായത് അങ്ങനെ ഒറ്റ ഫിക്സേഷനിൽ അല്ലെങ്കിൽ ടു ഫിക്സേഷനിൽ എത്രത്തോളം നമുക്ക് കവർ ചെയ്യാൻ പറ്റും, അതിനെയാണ് ഐ സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ ക്വാളിറ്റി ഓഫ് വൺസ് റീഡിങ് കപ്പാസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദ ലെങ്ത് ഓഫ് ഹിസ് ഐ സ്പാൻ. അതായത് നമ്മൾ ഒരു ഫിക്സേഷനിൽ നിന്ന് അടുത്ത ഫിക്സേഷനിലേക്ക് എത്ര ഐ സ്പാൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ ഒരു ഐ സ്പാനിൻ്റെ ഉള്ളിൽ എത്ര വേർഡ്സിനെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മൾ അവിടെ നോക്കുന്നത്. A good reader has longer eye span and a poor reader has a shorter eye span. അതായത് നല്ല വായനക്കാരാണെന്നുണ്ടെങ്കിൽ ലോങ്ങർ ഐ സ്പാൻ ആയിരിക്കും. ദാറ്റ് മീൻസ് കൂടുതൽ വാക്ക് എന്ത് ചെയ്യാം, കോംപ്രഹെൻഡ് ചെയ്യാം വിത്തിൻ എൻ ഐ സ്പാൻ. പുവർ റീഡറിനാണെങ്കിൽ ഷോർട്ടർ ഐ സ്പാൻ ആയിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് ദ എഫിഷ്യൻസി ഓഫ് വൺസ് റീഡിംഗ് ഈസ് നോട്ട് ഡിറ്റർമൈൻഡ് ബൈ ദ എബിലിറ്റി ടു സീ ലോങ്ങർ ബിറ്റ്സ് ഓഫ് ലാംഗ്വേജ് അറ്റ് വൺസ്, ബട്ട് ഇറ്റ്സ് ഡിറ്റർമൈൻഡ് ബൈ ദ എബിലിറ്റി ടു കോംപ്രഹെൻഡ് ദ മാറ്റർ റീഡ്. അതായത് എത്ര വാക്കുകൾ വായിക്കുന്നു എന്ന് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, എത്ര വാക്കുകൾ കോംപ്രഹെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആഫ്റ്റർ ഓൾ റീഡിങ് ഈസ് കോംപ്രഹെൻഷൻ. വെറുതെ വായനയല്ല, നമ്മൾ മനസ്സിലാക്കി വായിക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ജസ്റ്റാൾട്ട് അഭിപ്രായപ്പെട്ട രീതിയിൽ എ ഫാസ്റ്റ് റീഡർ അണ്ടർസ്റ്റാൻഡ്സ് ബെറ്റർ എന്നാണ്. പക്ഷേ ഇൻ സം വേ ഇറ്റ് ഇസ് കറക്റ്റ്. ആസ് യു റീഡ് ഫാസ്റ്റ് യു മേ നോട്ട് ലോസ് ദ ലിങ്ക് ബിറ്റ്വീൻ ദ വേർഡ്സ് ഇൻ സെൻറ്റൻസ് യു റീഡ്, സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ബെറ്റർ. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ദ കോംപ്രഹെൻഡിങ് എബിലിറ്റി ഇൻക്രീസസ് പ്രൊപ്പോർഷനേറ്റ്ലി വിത്ത് ദ സ്പീഡ് ഓഫ് റീഡിങ്. കാരണം നമ്മൾ വിചാരിക്കും ഭയങ്കര സ്പീഡായിട്ട് വായിക്കുന്നവർക്കെല്ലാം മനസ്സിലാക്കിയിട്ടാണ്. ഓഫ് കോഴ്സ് വായിക്കാൻ മനസ്സിലാവും, ബട്ട് സ്റ്റിൽ പൂർണ്ണതയിലെത്താൻ, അതായത് എല്ലാം അർത്ഥം മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് വായിച്ചാൽ കിട്ടിക്കൊള്ളണമെന്നും പറയാൻ പറ്റില്ല. ഇവിടെ റീഡിങ്ങിൻ്റെ പ്രോസസ്സാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ദ പ്രോസസ് ഓഫ് റീഡിങ് ഹാസ് 3 stages. ദ ഫസ്റ്റ് സ്റ്റേജ് ഇസ് കാൾഡ് റെക്കഗ്നേഷൻ സ്റ്റേജ്. ഇവിടെ റെക്കഗ്നേഷൻ സ്റ്റേജിൽ ലേണർ സിംപ്ലി റെക്കഗ്നൈസ് സ്പോക്കൺ വേർഡ്സ് ഇൻ ഇറ്റ്സ് റിട്ടൺ ഫോം. അതായത് സ്പോക്കൺ വേർഡ്സ് റെക്കഗ്നൈസ് ചെയ്യുന്നൊരു അതായത് സ്പോക്കൺ വേർഡ്സ് റിട്ടൺ ഫോമിൽ റെക്കഗ്നൈസ് ചെയ്യുന്ന സ്റ്റേജിനെയാണ് റെക്കഗ്നേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. സ്പെല്ലിംഗ് ആൻഡ് പ്രൊനൗൺസിയേഷൻ വിൽ ബി ഡിഫിക്കൽട്ട് ഇറ്റ് സ്ട്രിപ്റ്റ് ഓഫ് ദ മദർ ആൻഡ് ഇംഗ്ലീഷ്. അതായത് സ്പെല്ലിങ്ങും പ്രൊനൗൺസിയേഷനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്കറിയാം ഡെഫിനറ്റ്ലി ഇന്ത്യൻസ് അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ് വിൽ ഹാവ് ടു ഫേസ് എ ലോട്ട് ഓഫ് ഡിഫിക്കൽട്ടീസ് ആസ് എ സ്ക്രിപ്റ്റ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഇന്ത്യൻ ലാംഗ്വേജ് വാരി ക്വിറ്റ് ലാർജ്ലി. ഇപ്പോൾ നമ്മുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രിപ്റ്റും, അതായത് നമ്മുടെ റീജിയണൽ ലാംഗ്വേജസിൻ്റെ സ്ക്രിപ്റ്റും ഇംഗ്ലീഷ് സ്ക്രിപ്റ്റും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. ടേക്ക് ദി ഇൻസ്റ്റൻസ് ഓഫ് മലയാളം. മലയാളത്തിൽ നമ്മൾ എഴുതുന്ന പോലെയാണ് വായിക്കുന്നത്, ഇംഗ്ലീഷിൽ എഴുതുന്ന പോലെയല്ല വായിക്കുന്നത്. ഇപ്പം CH എന്നുള്ളത് എന്ന് വായിക്കും, എന്ന് വായിക്കും. അപ്പോൾ കെമിസ്ട്രി എന്ന് വായിക്കുമ്പോഴും CH ആണ് സ്പെല്ലിങ്ങിൽ വരുന്നത്, ചേർച്ച് എന്ന് എഴുതുമ്പോഴും CH ആണ്. സോ എഴുതുന്ന പോലെ അല്ല ഇംഗ്ലീഷിൽ വായിക്കുന്ന, ബോത്ത് ആർ ഡിഫറെൻറ്റ്. ബട്ട് മലയാളം അങ്ങനെയല്ല, പക്ഷേ മലയാളത്തിലാണ് നമ്മൾ ട്രെയിൻഡ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് തുടക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കാമെന്നാണ് പറയുന്നത്. The second stage is called structuring stage. ഈ സ്റ്റേജിൽ the learners is able to identify the grammatical relationship of the items and thereby understand the structural meaning of the grammatical units. ഇത് സ്ട്രക്ചറിങ് സ്റ്റേജ് ആണ്. അപ്പോൾ ഇവിടെ റീഡർക്ക് എന്ത് മനസ്സിലാവുന്നു? ഗ്രാമറ്റിക്കൽ സ്ട്രക്ചർ മനസ്സിലാവുന്നു, ആ റിലേഷൻഷിപ്പും മനസ്സിലാവുന്നു. തേർഡ് സ്റ്റേജിനെയാണ് ഇൻ്റർപ്രിട്ടേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ ലേണർ എന്തിന് ഏബിൾ ആവും? ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ